പ്രാപഞ്ചികമായ സത്യം പറയുന്നു. ഈ ലോകത്തെയെല്ലാം സൃഷ്ടിച്ചവനായ റബ്ബിനെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയത്. ഏതൊക്കെയാണോ ഇന്ന് ലോകത്തെ ആളുകൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വർഗങ്ങൾ, അതിനെയെല്ലാം സൃഷ്ടിച്ചവനായ റബ്ബിനെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയത്. എങ്ങനെയാ പറഞ്ഞത്? ഫാത്തിറുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണവൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടല്ല പറയുകയാണ്, ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെ പോലെ യാതൊന്നുമില്ല കേട്ടോ. അവൻ എല്ലാം കേൾക്കുന്ന സമീആണ്, അവനെല്ലാം കാണുന്ന ബസീറാണെന്നല്ല പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ആ റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ മടി? അവനിലേക്ക് മാത്രം എല്ലാം സമർപ്പിക്കാൻ മടി. അവിടെയാണ് ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറഞ്ഞത്, റബ്ബുസ് സമാവാതി വൽ അർള്, അവൻ ആകാശഭൂമികളുടെ റബ്ബാണ്, അതിന്റെ മാത്രം റബ്ബാണ്. വമാ ബൈനഹുമാ, അതിന്റെ ഇടയിലുള്ളതിന്റെയും റബ്ബാണ്. അചേതനമാകട്ടെ സചേതനമാകട്ടെ എല്ലാ വസ്തുക്കളുടെയും റബ്ബാണവൻ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ തുടർന്നുകൊണ്ട് പറഞ്ഞത്, അങ്ങനെയുള്ള നാഥനെ ഫഅ്ബുദൂ, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കണേ, അവനുള്ള ആരാധനയിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കണേ. ഇതല്ലയോ 40-ാമത്തെ വയസ്സിൽ വഹി കിട്ടിയപ്പോ നമ്മുടെ ജീവനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി കിട്ടിയതിന് ശേഷം മക്കയുടെ മണ്ണിൽ 13 കൊല്ലം നിർവഹിച്ചത് ഈ തൗഹീദിന്റെ പ്രഖ്യാപനമായിരുന്നില്ലയോ? എന്റെ പ്രിയപ്പെട്ടവരെ, പീഡനങ്ങൾ ഏറ്റുവാങ്ങിയില്ലയോ? എണ്ണിയാൽ ഒടുങ്ങുമോ ആ പീഡനങ്ങൾ? ചീഞ്ഞടിഞ്ഞ കുടൽമാലകൾ കഴുത്തിൽ വന്ന് വീണില്ലയോ? പ്രിയപ്പെട്ട സഹാബികളെ കൊന്നുകളഞ്ഞില്ലയോ? അമ്മാറിനെ പീഡിപ്പിച്ചില്ലയോ? യാസിറിനെ പീഡിപ്പിച്ചില്ലയോ? മഹദിയായ സുമയ്യ ബീവിയെ അതിന്റെ പേരിൽ കൊന്നുകളഞ്ഞില്ലയോ? അതുപോലെ തന്നെ മക്കയിൽ നിന്ന് 80 കിലോമീറ്ററിലധികം മലമ്പാതകളിലൂടെ സഞ്ചരിച്ചാലെത്തുന്ന ത്വയ്ഫിന്റെ മണ്ണിലേക്ക് സയ്യിദ് ഇബ്നു ഹാരിസയുടെ കൂടെ കാൽനടയാത്രയായി ഹബീബ് പോയത് അതേ സഖീഫിൽ നിന്ന് സംരക്ഷണം കിട്ടുമെന്ന് ഓർത്തുകൊണ്ടാണ്. ഇതും തൗഹീദ് പറഞ്ഞതിന്റെ പേരിലാണ്. മക്കക്കാരോട് ചോദിച്ചോ, ലാത്തയെ ഞങ്ങൾ കൊടുത്ത കഴിവിൽ നിന്നാണോ വിളിക്കേണ്ടത്? അതല്ല ഇലാഹാണെന്നുള്ള വിശ്വാസത്തിലാണോ വിളിക്കേണ്ടത്? റബ്ബാണെന്നുള്ള വിശ്വാസത്തിലാണോ വിളിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിളിക്കാമെന്നല്ല, ഒരു നിലക്കും ഒരു വിളിയുമില്ല. അല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരു നിലക്കും ഒരു സൃഷ്ടിയോടും ഒരു ചോദ്യമില്ല.